ഡി സതീശൻ സർക്കാരിനെതിരെ ഫേസ്ബുക്ക് ലൈവ് ചെയ്ത ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതായി പരാതി. ആങ്ങമൂഴി സ്വദേശി അനിൽകുമാറിനെ പത്തനംതിട്ട മൂഴിയാർ പോലീസ് മർദ്ദിച്ച് അവശനാക്കിയെന്നതാണ് പരാതി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അനിൽകുമാറിനുണ്ട്. ഇതൊന്നും വകവെക്കാതെ പോലീസ് വീട്ടിലെത്തി ബലം പ്രയോഗിച്ച കസ്റ്റഡിയിലെടുത്തു. മരുന്ന് കഴിക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ലെന്ന അനിൽകുമാർ. ഗുളിക കഴിഞ്ഞിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഗുളിക കഴിക്കാൻ വേണ്ടി ഗുളിക പാത്രം എടുത്ത് കട്ടിലിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് കഴിച്ചിട്ട് മരുന്നും തച്ചിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. നേരത്തെ ഇതെല്ലാം കഴിഞ്ഞു. ഹാർട്ട് പേഷ്യൻ്റാണ്, പിന്നെ ശ്വാസം മുട്ടലുണ്ട്, ഫിക്സിൻ്റെ അസുഖമുണ്ട്, എല്ലാത്തിനും ഗുളിക കഴിക്കില്ല. പോലീസ് നടപടി സർക്കാരിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണെന്ന് അനിൽകുമാർ പറഞ്ഞു. സുരക്ഷാ പെൻഷന് ഡൽഹിയിൽ പെൺകുട്ടിയെ തല്ലിക്കൊന്നതിൻ്റെ പോലീസിൻ്റെ അമർഷത്തിൻ്റെ പൊതിച്ചോറിനെതിരെയുള്ള പ്രതികരണം ഇതൊക്കെ കണ്ടപ്പം ഇങ്ങനെ വന്ന് അങ്ങനെ ഉള്ള പ്രതികരിച്ചത്. CPIM നേതൃത്വത്തിൽ മൂഴിയാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അത് ഒരു ജനാധിപത്യപരമായ ഒരു സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ ഈ വിമർശനങ്ങളും തങ്ങൾക്കുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഇല്ല പോലീസ് രാജാണോ? എന്ത് തോന്നിവാസം പോലീസിനെ കാണിക്കാം എന്നുള്ള പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ ആകണം. അങ്ങനെയാണ് കുണ്ടറ ഇന്നലെ ഒരാളെ ഇടിച്ചു കൊന്നില്ലേ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തിട്ടും പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടില്ല. CPM പ്രവർത്തകരെത്തിയതോടെ അനിൽകുമാറിനെ വിട്ടയച്ചു. അവശനിലയിലായ അനിലിനെ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.